നമ്മളെ മക്കൾ നന്നാകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? മൂല്യന്മാരായാലും വേണ്ടിയില്ല, തങ്ങന്മാരായാലും വേണ്ടിയില്ല, നാടന്മാരായാലും വേണ്ടിയില്ല. മക്കൾ നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? ആലിമീങ്ങളെ ആദരിക്കുക, മുതഅല്ലിമീങ്ങളെ ആദരിക്കുക. നമ്മളെ മക്കൾ കേടരുന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? എന്നാൽ ആലിമീങ്ങളെ നിന്ദിക്കുക, ആലിമീങ്ങളെ കുറ്റം പറയാ, മുതഅല്ലിമീങ്ങളെ വിഷമിപ്പിക്കുക. നാം അത് പേടിച്ചുകൊണ്ടായിരിക്കണം മുതഅല്ലിമീങ്ങളോട് പെരുമാറേണ്ടത്. മുതഅല്ലിമീങ്ങളെ ഒരു കുറ്റവും നാം പറയാൻ പാടില്ല. എത്ര കുറ്റം പറഞ്ഞോ അത് ഉസ്താദിനെ കുറ്റം പറയണ്ട. മുതഅല്ലിമീങ്ങൾ എത്ര താഴ്ത്തിയോ അത്രയും മക്കൾ താഴ്ന്നു പോകും, നമ്മളെ മക്കൾ താഴ്ന്നു പോകും. ഏത് മമ്പർത്ത് കൊണ്ടേറ്റും വൈദ്യുതി മുഖത്തിൽ കൊണ്ടേറ്റ് കെട്ടിട്ടിട്ടും നന്നാവൂല, ഉറപ്പാണത്. അതാണല്ലോ ചില ആലിമീങ്ങളുടെ മക്കൾ ഒരു മൂല്യരായില്ല എന്ന് മാത്രമല്ല, നാടനായി എന്ന് മാത്രമല്ല, അപകടകാരികളായ അനുഭവങ്ങളുണ്ട്. എന്തേ? അതിൽ 90% ആ ആലിം മറ്റ് ആലിമീങ്ങളുടെ മാംസം തിന്നുകയോ വേദനിപ്പിക്കുകയോ ചെയ്തത് കൊണ്ടാണ്. റയീസുലമയുടെ മക്കൾ മുഴുവനും പണ്ഡിതന്മാരാണ്. ആ നാവ് കൊണ്ട് ഒരു ആലിമിനെ വേദനിപ്പിച്ചിട്ടില്ല. അതാണ് അതിന്റെ ഒരു കാരണം, ഏറ്റവും വലിയ ഒരു കാരണം. ഒക്കെ ഉസ്താദിന്റെ മക്കൾ മുഴുവനും വലിയ പണ്ഡിതന്മാരാണ്. കാരണം എന്തുകൊണ്ട്? അവിടുത്തെ നാവ് കൊണ്ട് ഒരു പണ്ഡിതൻ വേദനിച്ചില്ല, ഒരു മുതഅല്ലിം വേദനിച്ചില്ല. ഇതാണ് മുതഅല്ലിമീങ്ങളെ വേദനിപ്പിക്കരുത്, അത് വലിയ അപകടം ചെയ്യും. മുതഅല്ലിമീനെ സ്നേഹിച്ചാൽ എത്രത്തോളം മുദരിസ്മാരോട് അല്ലാമ ബുർഹാനുദ്ദീൻ സർനൂജി മർഗീനാനി ബഹുമാനപ്പെട്ടവർ പറയുന്നതായി കാണാം. ഒരു മുദരിസ് മുതഅല്ലിമീങ്ങളെ ആദരിച്ചാൽ, അല്ലെങ്കിൽ ഒരു നാടൻ ഒരു മുതഅല്ലിമീങ്ങളെ ആദരിച്ചാൽ അവന്റെ മക്കൾ ആലിമീങ്ങളാകും. വൈക്കച്ച് നിർത്തണ എന്താ? നമ്മളെ കണ്ടായ തെറ്റാണ്. വൈക്കച്ചി കുട്ടി വളയുന്നത് എന്താണ്? ഉപ്പയുടെയോ ഉമ്മയുടെയോ വലിയുപ്പയുടെയോ ഭാഗത്തുനിന്നുണ്ടായ ലക്ഷണക്കേടാണ്. ഏതെങ്കിലും ആലിമിന്റെ കുരുത്തക്കേട് വാങ്ങിച്ചു കാണണം. അതെന്നെയാണ്. ചെയ്യരുതേ, വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. കാരണം അപകടം വരുന്നത് 7 തലമുറ വരെ നമ്മുടെ മക്കൾക്കാണ്. വ്യഭിചാരിയായ ഉപ്പയാണെങ്കിൽ 7 തലമുറയിൽ അതിന്റെ അപകടം മക്കൾക്ക് വരും. എവിടെ പോയിട്ടും അതുകൊണ്ട് ഫലം കിട്ടൂല. കൊലയാളിയായ ഉപ്പയാണെങ്കിൽ 7 തലമുറക്ക്, മകൻക്ക് മകന്റെ 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 മകൻ, അങ്ങനെ 7 തലമുറ വരെ അതിന്റെ ലക്ഷണക്കേട് നിലനിൽക്കും. എവിടെ പോയി ആയിരുന്നിട്ടും ഫായിദ കിട്ടുകയില്ല. എന്തെങ്കിലും ഗുരുത്തവരുത്തം കൊണ്ട് രക്ഷപ്പെട്ടാലായി. ഇതൊക്കെ സൂക്ഷിക്കണം, ഇതൊക്കെ സൂക്ഷിക്കണം. നാവ് വളരെ സൂക്ഷിക്കണം. സർനൂജി ഇമാം പറയാണ്, മകൻ ആലിമാകണമെങ്കിൽ മുതഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെയും ബഹുമാനിക്കുക. അവന്റെ മകൻ ആലിമായില്ല, എന്തോ കാരണത്താൽ ഒരു മുദരിസാകാനോ മറ്റോ കഴിഞ്ഞില്ല, അത് വേറൊരു ലോകമല്ലേ. എന്നാൽ മകന്റെ മകനെങ്കിലും ആലിമാകാതിരിക്കുകയില്ല. കുണ്ടൂർ ഉസ്താദ് എന്നോട് നിങ്ങളെങ്ങനെ മൂല്യരായത്? അപ്പൊ എന്റെ ഉപ്പയോട് എന്റെ കടപ്പാട് ഓർമ്മപ്പെടുത്താനായിരിക്കാം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഉപ്പ മൂല്യന്മാരെ സ്നേഹിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ മൂല്യരായത്. അതന്നെയാണ് നിങ്ങൾ മൂല്യരായത്. ഉപ്പാക്ക് സലാമൊക്കെ പറഞ്ഞേക്കുമായിരുന്നു എന്റെ കയ്യിലൊക്കെ. കുണ്ടൂർ ഉസ്താദ് അല്ലാഹു അവർക്ക് ദർജയാറ്റി കൊടുക്കട്ടെ. നമ്മൾ നന്നാകാനും നമ്മളെ കുട്ടികൾ നന്നാകാനും മുതഅല്ലിമീങ്ങൾ ഒരിക്കലും നീ എന്ന് വിളിക്കരുത്, നീ എന്ന് വിളിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെന്ന് വിളിക്കാൻ പ്രയാസമുണ്ടോ? എങ്കിൽ മോനെന്ന് വിളിച്ചാൽ മതി. ബാപ്പാരെ എന്ത് ചെയ്യാവൂ? നീ എന്ന് വിളിക്കാവൂ, അല്ലെങ്കിൽ ഉസ്താദുമായി. നമ്മൾ പുറത്തുള്ളവരാ, ഇൽമുമായി ബന്ധമുള്ള ഒരാളെയും നീ എന്ന് വിളിക്കരുത്. ഓന് നീ, മരുമകനായാലും വിളിക്കരുത്. എന്റെ അമ്മോഷൻ ഇന്ന് വരെ എന്നെ നീ എന്ന് പ്രയോഗിച്ചിട്ടേ ഇല്ല. കാരണം അമ്മോശനക്ക് എന്ത് ബന്ധം? അമ്മോശൻ ആര്യമാണ്, പിന്നെ നീ എന്ന് വിളിച്ചിട്ടില്ല. നിങ്ങളെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇൽമിനോടുള്ള ബഹുമാനമാണ്. എന്റെ ഇൽമു വലുതായിട്ടല്ല, മൂപ്പർക്ക് വലുതായി തോന്നിയതായിരിക്കും. അല്ലെങ്കിൽ ഇൽമു എന്നുള്ള സാധനത്തിന്റെ ഒരു ആ കുല്ലിന്റെ ഒരു ജുസിന്റെ അടുത്തുണ്ടാവുമല്ലോ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഈ ഒരു സ്വഭാവം നമുക്ക് വേണം. മുതഅല്ലിമീങ്ങളെ മോനെ എന്ന് പറയാ, മോനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. നമ്മളെ ബന്ധമില്ലാത്ത മുതഅല്ലിമീങ്ങളെ കണ്ടാല് നിങ്ങളെന്നേ പറയാവൂ.
അയാൾ നീ ഡ്രൈവ് ചെയ്യുന്ന ആളാനും വേണ്ടി ഞങ്ങളെന്നെ പറയാം, അവൻ ഇവൻ എന്നൊന്നും പറയരുത്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ കൂടെ അജ്മീറിലേക്ക് ഒരു യാത്രയുണ്ടായിരുന്നു. ആ യാത്രയിൽ നല്ലൊരു മനുഷ്യൻ, അയാളെ പറ്റി അപ്പൊ പറയുന്നില്ല, ഒരു സുന്നത്ത് ഒരു തസ്ബീഹ്സ്കാരം പോലും കളാക്കാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ കൂടെ യാത്രയിൽ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ കുറച്ച് മുതഅല്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾ ഈ മുതഅല്ലിമീങ്ങളെ മുഴുവനും നീ 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 എന്നിങ്ങനെ പറയും. എനിക്കാണെങ്കിലോ ഭയങ്കര പ്രയാസം, ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താനും വയ്യ. അദ്ദേഹം അത് എന്നെ ബഹുമാനിക്കാൻ വേണ്ടി പറയാമെന്ന് തോന്നിപ്പോയി. എന്നോട് നിങ്ങളെന്ന് പറയെങ്കിലും ഈ മുതഅല്ലിമീങ്ങളൊക്കെ നീ എന്ന് പറയും. അയാളെ 2 കുട്ടികളെ അയാൾ ഓതാൻ പറഞ്ഞു. വലിയരാകാൻ വിധി കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഉള്ളത് പിഴച്ച വഴിയിലും പിഴച്ച റൂട്ടിലുമാണ്. ഭാര്യ മുഖം മറച്ചിരുന്ന ഭാര്യയുടെ മുഖം തുറന്നു. അടുക്കളയിലേക്ക് ഒരാള് കയറാൻ പറ്റില്ലായിരുന്നു ഒരു കാലത്ത്. ഇന്ന് അടുക്കളയിൽ അന്യ പുരുഷന്മാർക്ക് പ്രവേശനം വന്നു. കള്ളത്തൊരീക്കത്തിൽ വീണുപോയി. പെടുവത് ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്, അങ്ങനെ ആവുള്ളൂ. ഓതാൻ പോയ കുട്ടികൾ ഓത്ത് ബൈക്ക് വെച്ച് നിർത്തുന്നുണ്ടോ? ബാപ്പ ഉമ്മ മുതഅല്ലിമീങ്ങളെയോ അലിമീങ്ങളെയോ ആദരിക്കാതെ പോയ കാരണമാണെന്ന് ഓർക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടമാണ്. ഇത് ഒലമാരും മനസ്സിലാക്കണം, തങ്ങന്മാരും മനസ്സിലാക്കണം, നാടന്മാരും മനസ്സിലാക്കണം. അല്ലാഹു ആ ഒരു സ്വഭാവം നമുക്ക് നൽകുമാറാകട്ടെ.